ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ കൊല്ലത്താട്ടോ ഉള്ളത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നത്. ഇക്കാക്കുന്ന ഒരു PSC എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ട് ഇക്ക വന്നപ്പോൾ ഞങ്ങളും കൂടെ കയറി വന്നത്. അപ്പോൾ ഇക്ക എക്സാം എഴുതാൻ വേണ്ടി പോയി. 1 മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടെ കയറി. ആ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് കാറിൽ വന്നപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ട് വെച്ചേക്കുന്നുണ്ട്. നല്ല മഴയുണ്ടായിരുന്നു. മഴയൊന്ന് കുറഞ്ഞപ്പോഴത്തേനും ഞാൻ ഉച്ചും കൂടെ പോയി അത് മേടിച്ചിട്ട് വന്ന് കഴിച്ചു. ഈ പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാടൊന്നും കൊടുത്തില്ല, കുറച്ചൊക്കെ ഞാൻ കൊടുത്തുള്ളൂ. 3:30 ആയപ്പോഴത്തേനും എക്സാം കഴിഞ്ഞ് ഇക്ക വന്നു. അപ്പോഴത്തേനും മോൻ ഉറക്കായി. ഇക്കയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ ഒന്ന് മറിച്ച് നോക്കുക, വല്ല എഴുതിയിട്ടുണ്ടോ നോക്കണ്ടേ. ഇക്ക ഫുഡ് കഴിക്കാതായിരുന്നു എക്സാമിന് പോയത്. അപ്പം വന്നപ്പോൾ ഉടനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇച്ചുവിന് ഇടിയപ്പം കഴിക്കാൻ കൊടുത്തു. അപ്പോഴത്തേനും ഉറക്കം എഴുന്നേറ്റ്. ഇക്കക്ക് ഫ്രൈഡ് റൈസും പിന്നെ അൽഫാമും പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യലായി ബീഫിൻ്റെ റിബ്, പിന്നെ അതും മേടിച്ചു. ഇടയ്ക്ക് ഒരു ചായ കുടിക്കാന്ന് വെച്ചാൽ വഴിയിൽ നിർത്തിയായിരുന്നു വണ്ടി. ഇച്ചു ഇങ്ങനെ താക്കോലിലെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര രസം, കേൾക്കുമ്പോഴത്തേന് ഭയങ്കര തുള്ളിച്ചാട്ടമൊക്കെ. ഞങ്ങൾ വണ്ടി നിർത്തിയ ഗ്രൗണ്ടിൽ ഒരു പേരയ്ക്ക മരം കണ്ടായിരുന്നു. ഇഷ്ടംപോലെ പേരയ്ക്ക ഉണ്ടായിരുന്നു. ആരും ഇല്ല, ഗ്രൗണ്ടാണ്. എത്തും വരെ വണ്ടികൾ പാർക്ക് ചെയ്തേക്കേ ഉള്ളൂ. അതിൽ നിന്ന് കുറച്ച് പേരയ്ക്കൊക്കെ പറിച്ച് കഴിച്ച് കുറച്ച് വീട്ടിലും കൊണ്ടുപോണ്ടായിരുന്നു കേട്ടോ. നല്ല ചുമന്ന പേരയ്ക്കയായിരുന്നു. അവിടെ നേരെ ഞങ്ങൾ കൊല്ലം ക്ലിഫ് ഹൗസിലാണ് പോയത്. അപ്പോഴത്തേനും നല്ല ലേറ്റായി എത്തിയപ്പോഴത്തേനും നല്ല കണക്ക് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എല്ലാം കണ്ട് ബീച്ചിലൊക്കെ പോയി എല്ലാം കണ്ട് ഇറങ്ങിയപ്പോഴത്തേനും നല്ല കണക്ക് താമസിച്ചു. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേനും 1 മണി കഴിഞ്ഞ്.